ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമിതമായ വൈകാരിക സമ്മർദ്ദം മൂലം മാനസിക നില വഷളായി ആയിരക്കണക്കിന് ഇസ്രായേലി സൈനികർ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതായി ഇസ്രായേലി പത്രങ്ങളായ ടൈംസ് ഓഫ് ഇസ്രായേലും ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാജ്യത്ത് ഭ്രാന്തന്മാരുടെ കണക്കുകൾ പെരുകുകയാണ്. അധിനിവേശങ്ങൾ നിലനിർത്തൽ, പ്രതിരോധശേഷി കൂട്ടൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇസ്രായേലിലെ നിർബന്ധിത സൈനിക ജീവിതം ഇസ്രായേലികൾക്ക് മരണത്തിന്റെ ചവിട്ടുപണിയായി കാണുന്നത് കൊണ്ട് എല്ലാ കുടുംബങ്ങളിലും സൈനിക ജോലി ഒരു ഭയമായി മാറിയിരിക്കുകയാണെന്ന് ERAN അല്ലെങ്കിൽ ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് ഇൻ ഇസ്രായേൽ ഡയറക്ടർ ഡോക്ടർ ഷിരി ഡാനിയൽസ് വെളിപ്പെടുത്തുന്നു. രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിവാശിയും അധിനിവേശ മോഹവും മൂലം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇസ്രായേലി സൈനികർക്കിടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുകയും സൈനിക ജീവിതത്തിന്റെ കടുത്ത നിബന്ധനകൾ അനുസരിക്കേണ്ടി വരുന്നതിനാൽ അനേകം പേർ ഭ്രാന്താവസ്ഥയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇസ്രായേലി റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഒക്ടോബർ 7 ശേഷം 16,000 സൈനികർ മാനസിക ചികിത്സാ കേന്ദ്രങ്ങളിൽ കഴിയുന്നുണ്ട്. അതായത് ഭ്രാന്താശുപത്രികളിൽ കഴിയുന്നുണ്ടെന്ന് അർത്ഥം. അതിൽ പകുതിയോളം പേർ PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുള്ളവർക്കോ അതല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്കോ നേരിടുന്ന ഒരു മാനസികാവസ്ഥയാണിത്. മനസ്സിൽ ഓർമ്മകളും ഭയവും തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. സൈനികരിൽ നിന്നുള്ള ഏകദേശം 28% ആളുകൾക്കും കടുത്ത മരണഭയമാണുള്ളത്. 20% ഉത്കണ്ഠ, സുഹൃത്തുക്കളുടെ വിയോഗവുമായി ബന്ധപ്പെട്ട മാനസികാവസ്ഥ ഉള്ളവരാണ്. പിന്നെയുള്ളവരെ 32% ആളുകൾ കുടുംബങ്ങളിൽ നിന്നും അകന്ന് സ്ഥിരം യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഏകാന്തത അനുഭവിക്കുന്നവരാണ്. ഇതവരെ വിഷാദ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നു. 2030 ഏതാണ്ട് 100,000 സൈനികർക്ക് ഇത്തരം ചികിത്സകൾ ആവശ്യമായി വരുമെന്നും PTSD കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഗസയിലെ യുദ്ധമേഖലകളിൽ മരിക്കുന്ന സൈനികരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന ജോലികളിൽ മുഴുകുമ്പോഴും ചിലപ്പോഴൊക്കെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരുമ്പോഴുള്ള മാനസികാഘാതത്തിൽ നിന്നും ഒരു സൈനികരും മുക്തരല്ല എന്നാണ് റിപ്പോർട്ടുള്ളത്. സൈനികനായതുകൊണ്ട് വൈകാരികമായ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തതും അവരുടെ മാനസിക നിലയെ വല്ലാതെ തകരാറിലാക്കുന്നുണ്ട്. ദേശസ്നേഹം എന്ന ആശയത്തിൽ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സൈന്യവും മീഡിയകളും ഈ യുവ സൈനികരെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത്. ഈ നിർബന്ധിതാവസ്ഥ അവരെ മാനസികമായി വല്ലാതെ തളർത്തുന്നുണ്ട്. ഇത്തരം വൈകാരിക മൂലമുണ്ടാകുന്ന അശ്രദ്ധയാണ് പ്രധാനമായും അടുത്ത കാലങ്ങളിൽ സൈനികരുടെ മരണത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗസയിൽ അനേകം സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. ദിവസവും 3-4 പേര് വെച്ചാണ് ഗസയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവരുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ മാനസികാവസ്ഥയെ വളരെയധികം തകരാറിലാക്കുന്നുണ്ട്. പിന്നെയുള്ള മറ്റൊരു കൂട്ടർ ഗസയിൽ നിരപരാധികളായ കുട്ടികളെ നിരന്തരം കൊല്ലേണ്ടി വരുന്നത് അവരിൽ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തം കുട്ടികളുടെ പ്രായമുള്ളവരെ കൊല്ലുന്നതിൽ നിന്നും മാറി നിന്നാൽ പോലും അവരെ വെടിവെച്ചോ ബോംബിട്ടോ കൊല്ലാൻ നിർബന്ധിപ്പിക്കപ്പെടുന്നത് ഈ കുരുക്കിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ബോധത്തിലേക്കാണ് അവരെ എത്തിക്കുന്നത്. അത് ഭ്രാന്തിന് കാരണമാവുന്നുണ്ട്. താൻ കാരണം നിരപരാധിയായ ഒരു കുട്ടി കൊല്ലപ്പെടുന്നു എന്ന ഒരു ബോധം ഇവരിൽ പലർക്കുമുണ്ട്. കാര്യം പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാലും അവർക്ക് മനസ്സില്ല, അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നാർക്കും വിചാരിക്കാൻ കഴിയില്ലല്ലോ. പട്ടാളം അവരുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ അവർ മനുഷ്യനെന്ന നിലയിൽ അവരുടെ പ്രായമുള്ള ഒരു കുട്ടിയെ കൊന്നു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു വിഷമം ഈ പട്ടാളക്കാർക്കും ഉണ്ടാവും. അത് ഏത് രാജ്യത്തുള്ളവർക്കായാലും ശരി, അതിന് എത്ര ശത്രുവായിക്കോട്ടെ. കുട്ടികൾ ഒരിക്കലും കുറ്റവാളികളല്ല എന്ന് ഈ കൊല്ലുന്നവർക്കറിയാം. പക്ഷേ അവരങ്ങനെ ചെയ്യാൻ നിർബന്ധിതമാകുകയാണ്. ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇവരുടെ മാനസികാവസ്ഥ വഷളാകാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം അനേകം വൈകാരികമായ സംഘർഷങ്ങൾ മൂലം ഇസ്രായേലി സൈനികർക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. 2024 മാത്രം 41 സൈനികരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2025 ആയപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 6 മാസമായിട്ടുള്ളൂ. എന്നിട്ട് തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായതിൻ്റെ ഇരട്ടിയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ വാർത്തകളൊന്നും അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും മുൻകൂട്ടി അറിയാനോ സമാധാനിപ്പിക്കാനോ കഴിയാത്ത വിധം ഇത്തരം സൈനികരുടെ മാനസിക വികാരങ്ങൾ അടക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ആത്മഹത്യകളെ തടയാൻ കഴിയാത്തതെന്നാണ് ഇസ്രായേലിലെ മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. യുവമാരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന അറിഞ്ഞിരുന്നത് നേരത്തെ തന്നെ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് കാണിക്കാമായിരുന്നു, അതിൽ രക്ഷപ്പെടുത്താം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്.
ഇസ്രായേലിൽ ഇങ്ങനെ ഭ്രാന്തന്മാർ വർദ്ധിക്കുകയാണ് എന്ന് മനഃശാസ്ത്രജ്ഞരും അതല്ലെങ്കിൽ പത്രങ്ങളും മറ്റു ഡോക്ടർമാരുമെല്ലാം പറയുന്നതിന്റെ യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കിക്കൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ രഹസ്യ സൈനിക മാനസിക രോഗികളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബുദ്ധിയെയും ഉപയോഗിച്ചു എന്ന് ഇസ്രായേലിന്റെ ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ഉറി ഗെല്ലറുടെ പ്രസ്താവന ഇപ്പോൾ വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സൈനികർക്കല്ല, ഇയാൾക്കാണ് ഭ്രാന്ത് എന്നാണ് ചില പത്രങ്ങൾ പറയുന്നത്. ഇത് സൈനിക ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടും. അത് സൈന്യത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ പുറത്ത് കാണിക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു നീണ്ട യുദ്ധത്തിലാണ് ഇസ്രായേലി സൈനികർ ഇപ്പോഴുള്ളത്. ഗസയിലെ യുദ്ധം എപ്പോൾ എങ്ങനെ അവസാനിക്കും എന്ന് ആർക്കും ഊഹിക്കാനൊന്നും കഴിയില്ല. ഇനി ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും സിറിയയിലേക്കോ അതല്ലെങ്കിൽ ലെബനോനിലേക്കോ ഒരു യുദ്ധത്തിനായി പോകേണ്ടി വരുമെന്ന് ഈ സൈനികർക്ക് വല്ലാത്ത ഭയവും നിരാശയും ഉണ്ടാക്കുന്നുണ്ട്. ഓരോ സൈനികരും മരിക്കുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈനികരുടെ ജീവിതവും അത്തരത്തിലാണുള്ളത്. എന്നാൽ 2023 ഒക്ടോബർ 7 മുൻപുള്ള സ്ഥിതി അതായിരുന്നില്ല. സൈനിക ജീവിതം വളരെ സുരക്ഷിതമായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കാര്യമായ തിരിച്ചടി നേരിടേണ്ടി വരുന്ന യുദ്ധങ്ങളെ ഒന്നും ഈ സൈനികർ അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാം ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ വിജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിലധികം ഇവർക്കൊന്നും കാര്യമായ യുദ്ധപരിചയമില്ല എന്ന് നമ്മൾ കരുതിയാലും തെറ്റൊന്നുമില്ല. കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയൊക്കെയാവും. പക്ഷെ അത് സൈനിക ശക്തിയല്ല, അവർ ആയുധ ശക്തിയാണ്. ആയുധം കുറെ മേടിച്ചിട്ട് കുറച്ച് സൈനികരെ വെച്ച് വിമാനങ്ങളിലൂടെ കൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് കൊണ്ട് ഇടുക, അവിടെ നശിപ്പിക്കുക, ഇതാണ് അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു കരയുദ്ധത്തിന് ഇറങ്ങി ഒരിക്കലും ഇസ്രായേൽ സൈന്യത്തിന് ജയിക്കാൻ കഴിയില്ല. അതിനുള്ള ശക്തി അവർക്കില്ല, അതിനുള്ള ആളുമില്ല. എന്നാൽ ഗസയിൽ ഒരു കരയുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നതാണ് ഈ സൈനികരെല്ലാം ഭ്രാന്തന്മാരാകാൻ കാരണം അവർക്ക് പരിചയമില്ലാത്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങി പോകേണ്ടി വരികയാണ്. നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നേരത്തെ ചെയ്തിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഗസയിലുള്ളത്. 2 കൊല്ലത്തോളമായി തളരാതെ യുദ്ധം ചെയ്യുന്ന ഹമാസ് ശക്തരും തന്ത്രശാലികളുമാണെന്നാണ് ഇസ്രായേലിന്റെ സൈനിക നേതൃത്വങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത്. അത് ഒരു വിധത്തിലും ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ കഴിയാത്ത വിധം ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് ഈ ഹമാസിന്റെ പ്രവർത്തനങ്ങളുള്ളത്. ആദ്യമൊക്കെ അവര് നേർക്ക് നേർ നിന്ന് മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിന് വേണേൽ ഇവരുടെ അയൺഡോമും അല്ലെങ്കിൽ താഴെ സംവിധാനമൊക്കെ വെച്ച് വേണേൽ അടിച്ചു കളയാമായിരുന്നു. കാര്യമായി തകരാറുകളൊന്നും രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഗസയിൽ ഇവരുടെ കരസൈന്യം ഇറങ്ങിയതോടുകൂടി ഈ സൈന്യത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നുള്ളതാണ്. ഹമാസ് ഇവരുമായി ചെയ്യുന്നത് ഒരു ഒളിപ്പോർ യുദ്ധമാണ്. ഇത്തരം ഗറില്ല യുദ്ധങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് സൈനികർ ഒരിക്കലും സുരക്ഷിതമല്ല എന്നുള്ളതാണ് സത്യം. ആദ്യം വളരെ ആവേശത്തോടെ ഗസയിലെ യുദ്ധരംഗത്തേക്ക് ചാടിയിറങ്ങിപ്പോയവരിൽ ഭൂരിപക്ഷവും കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഗസ ജൂത സൈനികരെ സംബന്ധിച്ച് മരണക്കെണിയാണ്. ഹമാസിന്റെ നിലവറകളുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഇവരുടെ മരണത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് നിമിഷവും നിലവറകളിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ വഴിയിലോ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളിലോ അശ്രദ്ധമായി കിടക്കുന്ന തകരപ്പാട്ടയ്ക്കുള്ളിൽ ഒരു ബോംബ് ഒളിപ്പിച്ചു വെച്ചേക്കാം. ഇവയെല്ലാം സൈനികരുടെ ജീവനൊടുക്കുകയാണ്. അതിലും സുരക്ഷിതമല്ലാത്തത് സൈനിക ടാങ്കുകളാണ്. എത്രയധികം സൈനിക ടാങ്കുകളാണ് ഗസയിൽ ഹമാസ് നശിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. 3-4 സൈനികർ അടങ്ങിയ ഒരു ടാങ്കിനുള്ളിലേക്കോ അതല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന വഴിക്കോ ഹമാസ് പോരാളികൾ ഗ്രനേഡുകൾ വലിച്ചെറിയുന്നത് ഈ സൈനികർക്ക് ചിന്നിച്ചെറിയുള്ള മരണമാവും നൽകുക. ഇത് സൈനികർക്ക് ഏറ്റവും ഭീകരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു മരണമാണ്. ശരിക്കും ഗസയിലെ സൈനിക ചികിത്സാ ക്യാമ്പുകൾ ഒരു ഭ്രാന്താലയമാണെന്നാണ് സൈനിക ഡോക്ടർമാർ തന്നെ പറയുന്നത്. സമനില നഷ്ടപ്പെട്ടവരെ പോലെയാണ് പലരും പെരുമാറുന്നത്. സൈനികർ മാനസിക ചികിത്സ തേടാൻ കമാൻഡർമാർ അനുവദിക്കാറില്ല എന്നൊരു റിപ്പോർട്ടുമുണ്ട്. ഇത് സൈനികരിൽ തോൽവിയുടെ മനോഭാവം വളർത്തുമെന്നും തന്നെയുമല്ല ഈ സൈനികർക്കെല്ലാം ഭ്രാന്താണെന്ന് പുറംലോകം അറിയുന്നത് നാണക്കേടാണെന്നതുകൊണ്ടാണ് ഈ കമാൻഡർമാർ ഇങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥ സമയത്ത് ചികിത്സ കിട്ടാത്തത് ഈ സൈനികരുടെ മാനസിക നിലയെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നത്. അതൊരുപക്ഷെ അവർക്ക് ഭ്രാന്തായി മാറുകയോ അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു പ്രേരണയാണ് ഉണ്ടാക്കുന്നത്. തന്നെയുമല്ല ഗസയിലെ താൽക്കാലിക സൈനിക ചികിത്സാ കേന്ദ്രങ്ങളിൽ കാര്യമായ ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ല. അപകടമോ പരിക്കോ ഉണ്ടായാൽ സൈനിക വിമാനത്തിൽ ഇസ്രായേലിലേക്ക് എത്തിക്കാനേ കഴിയൂ. അതിനിടയിൽ മരണം പോലും സംഭവിക്കാറുണ്ട്. പിന്നെ ഇസ്രായേലി ഇന്റലിജൻസ് വളരെ പരിമിതമായ തോതിൽ ഗസയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഹമാസിന്റെ ഇന്റലിജൻസും പോലീസും ഒക്കെ ഗസയിൽ വലിയ തോതിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഇസ്രായേലി ഇന്റലിജൻസിന് ഇവിടേക്ക് കയറാനോ വിവരങ്ങൾ ശേഖരിക്കാനോ കഴിയാത്തത്. ഇക്കാരണം കൊണ്ട് സൈനികരുടെ മേലുള്ള ആക്രമണങ്ങൾ തടയാനും അവർക്ക് കഴിയുന്നില്ല.
ഇങ്ങനെ അനേകം പ്രശ്നങ്ങളുടെ മുഴുവൻ ഫലവും അനുഭവിക്കേണ്ടി വരുന്നത് സൈനികരാണ്. ഒഴിവാക്കാൻ പറ്റാത്ത സൈനിക ജീവിതം ഇവരെ മാനസിക രോഗികളാക്കുന്നു. ഇതുവരെ സർക്കാർ ഇക്കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഭ്രാന്തന്മാരുടെ എണ്ണം കൂടിയതോടെ ഇതിനെ ഒളിച്ചു വെക്കാൻ കഴിയാത്ത വിധം വെളിപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. 5 ജൂത സൈനികന് ഒരു ഭ്രാന്തൻ എന്ന കണക്കിൽ സൈനിക ഭ്രാന്തന്മാരുടെ നാടായി ഇസ്രായേൽ മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.